പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എമ്മൗസ് സംഭവത്തിൽ കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിച്ചുവോ, അല്ലെങ്കിൽ ഒരിക്കൽ സ്ഥാപിച്ച കുർബാന കർത്താവ് വീണ്ടും ആവർത്തിച്ചുവോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ആവർത്തിച്ചു എന്നൊരു വീഡിയോ ഞാൻ ഈയിടെ കാണാനിടയായി. അതുകൊണ്ടത് പറയുന്നു മാത്രം. ആരെയും കുറ്റം പറയാനല്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ സഭയുടെ വിശ്വാസം പറയുന്നു മാത്രമേ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയായിരുന്നു. അത് ലൂക്കോസ് 24:13 വായിക്കുമ്പോൾ നമുക്കറിയാം. അവർ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ 12 ശിഷ്യന്മാരല്ല, 2 പേരല്ല, അവർ 72 അറിയിപ്പുകാരിൽ 2 പേരായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കർത്താവ് മരിച്ചു, ഉയർത്ത കാര്യമൊന്നും അവരറിഞ്ഞില്ല. അവരിങ്ങനെ ഇനി യെരൂശലേമിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഉയർക്കുന്നു പറഞ്ഞിട്ട് ഇതുവരൊന്നും കണ്ടൂല. ഏതായാലും നമ്മൾ ഒരുപാട് ആശിച്ചിരുന്ന വിഷയമല്ല അവൻ. നമ്മളെ രക്ഷിക്കാൻ അവൻ പര്യാപ്തനുമല്ല. റോമാക്കാരുടെ കീഴിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ പര്യാപ്തനാണെങ്കിൽ അവൻ മരിച്ചു പോയിട്ട് പിന്നെ ഉയർത്തൊന്നുമില്ല. അങ്ങനെ നിരാശനായി അവർ പോകണം. അപ്പോൾ കർത്താവ് അവരുടെ കൂടെ ചേർന്നു. കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നടപടി പുസ്തകം 1:3 വായിക്കുമ്പോൾ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളിൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഉയർപ്പിന് ശേഷം 40 ദിവസങ്ങളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, താൻ ജീവിച്ചിരിക്കുന്നു എന്നും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ അത് സംസാരിച്ചും കൊണ്ട് ഇരുന്നു. ഇല്ല, 40 ദിവസം അങ്ങനെ കഴിച്ചുകൂടി. ഉയർത്ത ശരീരത്തിന് സ്ഥലകാല ബന്ധങ്ങൾക്ക് അതീതമാണ് ആ ശരീരം. കർത്താവിന് മനസ്സിലാക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് കർത്താവിന് തോന്നുന്നുണ്ടെങ്കിലേ അത് കർത്താവാണെന്ന് മനസ്സിലാവുകയുള്ളൂ. മറിയ കണ്ടിട്ട് മനസ്സിലായില്ല, തോട്ടക്കാരനെന്ന് വിചാരിച്ചു. മറിയയെ എന്ന് വിളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, അയ്യോ ഇതെൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർ കർത്താവിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവനാ ശരീരം അവർക്ക് ശരിക്കും കാണിച്ചു കൊടുത്തില്ല, പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷീകരിച്ച് കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ എന്താ നിങ്ങൾ തർക്കിക്കണേ? നീ യെരൂശലേമിൽ നടന്ന കാര്യങ്ങളൊന്നും നിനക്കറിയാമല്ലേ? യേശു ദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു, പക്ഷേ വരാനിരിക്കുന്ന മെസ്സിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം നടക്കില്ല. അവൻ മരിച്ചു, ഉയർക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ താനും വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. മന്ദബുദ്ധികളെ. മോശയും പ്രവാചകന്മാരും അവനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവനിങ്ങനെ കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും 3-ാം നാൾ ഉയർക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ലേ? അവനും പറഞ്ഞിട്ടില്ലേ? എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത? ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, തൻ്റെ മനുഷ്യാവതാര ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുമൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. പെട്ടെന്ന് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ. പക്ഷെ ആളെ കാണാനില്ലോ. അവർ യേശുവിൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ, പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടതായി
ഒരു പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ പോയപ്പോഴേക്കും സമയമായി. ഇവരുടെ വീടെടുത്തു. വീടെടുത്തുനിന്ന് ആ കർത്താവിനറിയാം വീട്. എന്നാലും കർത്താവ് അവിടെ കയറാതെ അവിടെ പോകുന്ന പോലെ പോയി. അപ്പോൾ അവരോട് അയ്യോ പോയില്ല നാഥാന്ന് പോകില്ല എന്ന് പറഞ്ഞു. നാഥാന്ന് വിളിച്ചിട്ടില്ല. ഇവിടെ കയറി അല്പം ഭക്ഷണം കഴിച്ചിട്ടപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു പോകുന്നില്ലായിരുന്നു. നേരവും വളരെ വൈകിയില്ലല്ലോ. എന്നങ്ങനെ ആവാം. ഭക്ഷണത്തിൻ്റെ എടുത്തു. ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അപ്പമാണല്ലോ പ്രധാന ഭക്ഷണം. അത് കൊണ്ടുവച്ചു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അവിടുത്തെ വാഴ്ത്തൽ കുർബാനയുടെ വാഴ്ത്തലല്ല. അങ്ങനെ ധരിക്കരുത്. മുമ്പ് 5000 പേർക്കായി അപ്പം നുറുക്കി കൊടുക്കുകയും പലപ്പോഴും കർത്താവ് ശിഷ്യന്മാരും ഒരുമിച്ച് ഭക്ഷണം നടത്തുകയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളിൽ അവിടുന്ന് ചെയ്തിരുന്ന രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവ് അപ്പം എടുത്ത് പിതാവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇതെൻ്റെ ശരീരം എന്നൊന്നും പറഞ്ഞിട്ടില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ അവൻ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ? അതേ രീതിയിൽ ഇവിടെയും പ്രവർത്തിച്ചു. ഈ പ്രവൃത്തി അവരുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചിരുന്ന പഴയ കർത്താവ് തന്നെയാണ് ഇതെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നു. ഇത് കണ്ടപ്പോൾ കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ആ പഴയ യേശു തന്നെയാണ് ഇതെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നാണ്. അപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ, അപ്പം എടുത്തപ്പോൾ അവരാ കൈകളിൽ ആണിപ്പാട് കണ്ടു. അയ്യോ, ഇതെൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടുകളാണല്ലോ. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അത്രേ കാര്യമുള്ളൂ. സാധാരണ ഉയർക്കുന്ന ശരീരത്തിൽ അംഗവൈകല്യങ്ങൾ കാണാൻ പാടില്ല. ഇവിടെ മുടന്തനാണെങ്കിൽ അവനെ ഉയർക്കുമ്പോൾ അവനെ മുടന്തൊന്നുമില്ല. ഒരു അംഗവൈകല്യവും ഇല്ല, ഒരു രോഗവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. എപ്പോഴും സന്തോഷമുള്ളൂ. ഒരു കുറവുമില്ലാത്ത ശരീരമാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കുട്ടി മരിച്ചു പോയാലും അവൻ ഉയർക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരിക്കുന്നത്. കാരണം 30 വയസ്സിലാണ് ഏദന്റെ പർദീസായിൽ അവൻ പുറത്താക്കപ്പെട്ടത്. ആ ഏദന്റെ പർദീസയിലേക്ക് അവൻ പ്രവേശിച്ച് അവിടെ നിന്ന് വേണം സ്വർഗ്ഗത്തിൽ പോകാൻ. ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കുന്നവരോട് സ്വർഗ്ഗത്തിൽ പോകാൻ അർത്ഥം പറഞ്ഞില്ല. സ്വർഗം നരകമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം സംഭവിക്കുന്ന ചില അനുഭവങ്ങളാണ്, അനുഭൂതികളാണ്, തലങ്ങളാണ് എന്നൊക്കെ പറയും. ഇവിടെ ഞാൻ കണ്ട വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് കർത്താവാണ്. അപ്പോൾ കൂദാശകളിൽ കൂടിയാണ് നമ്മുടെ കണ്ണു തുറക്കുന്നത്. അവരുടെ കണ്ണു തുറന്നത് ഈ ആണിപ്പാട് കണ്ടപ്പോഴാണ്. അവിടെ കുർബാനയൊന്നും അർപ്പിച്ചില്ല. കുർബാനയാണെങ്കിൽ അവിടെ വീഞ്ഞെവിടെയാ? വീഞ്ഞ അവിടെ ഉണ്ടെന്നോ? വീഞ്ഞുമേൽ കർത്താവ് ഒന്നും ചെയ്തുമില്ല. കർത്താവ് അപ്പം തന്നെ അപ്രത്യക്ഷനായി പോവുകയും ചെയ്തു. കർത്താവിൻ്റെ ഉദ്ദേശത്തിനേ ഉള്ളൂ, ഞാൻ മരിച്ച യേശു തന്നെയാണ്, ഞാൻ ഉയർത്തു എന്ന് ആ 2 ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടണം. അത്രേ ഉള്ളൂ. അവൻ 40 ദിവസത്തോളം അവരോട് കൂടെ ആയിരുന്നു, ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ല. സ്വർഗത്തിൽ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ്. നമ്മളെ ഈ ലൗകിക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? തേൻകട്ടയും അപ്പമൊക്കെ ഭക്ഷിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ യേശു തന്നെയാണ് യേശു, ആ മരിച്ച ശരീരം തന്നെയാണ് ഈ ശരീരം. പക്ഷേ അല്പം മഹത്വീകരണം വന്നിട്ടുണ്ട്. ആ മഹത്വീകരണം പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ കണ്ടതാ മറുരൂപവലയിൽ വെച്ച്. പിന്നെ എങ്ങനെയാന്ന് കർത്താവ് സ്ഥാപിച്ച കുർബാന കർത്താവ് തന്നെ ആവർത്തിക്കുക ഒരിക്കലുമില്ല. 40 ദിവസം കർത്താവ് ഈ കുർബാന ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് കുർബാന ഈ സമയത്ത് സ്ഥാപിച്ച പോരായിരുന്നു. അന്ന് സ്ഥാപിച്ചതിന് നാളെ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം
നാളെ നിങ്ങൾക്ക് വേണ്ടി ചിതറപ്പെടുന്ന എൻ്റെ ശരീരം, നാളെ എന്ന് പറഞ്ഞില്ലെങ്കിലും നാളെ ക്രൂശിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാമല്ലോ. അതിൻ്റെ തലേരാത്രിയല്ല ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അത്താഴ വിരുന്ന് വേറെ, അത് പഴയ നിയമവ്യവസ്ഥയാണ്. അത് പൂർത്തിയാക്കി ലൂക്കോസിൻ്റെ മേൽമാളികയിൽ കയറി കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവരെ മാമോദീസ മുക്കി അവരെ പഠിപ്പിച്ചു. എന്നിട്ടൊക്കെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവർക്ക് കൊടുത്തത്. ആ കൊടുത്ത ശരീരത്തിലും അപ്പത്തിലും ശരീരത്തിലും രക്തത്തിലും കർത്താവിൻ്റെ ഭൗതിക ശരീരവും അവൻ്റെ ആത്മീയ ശരീരമുണ്ട്, ഉയർത്തെഴുന്നേറ്റ ശരീരമുണ്ട്. അതൊന്നും കർത്താവിൻ്റെ സാധ്യമല്ല. ഇതെൻ്റെ ശരീരം. അപ്പോൾ കർത്താവ് വിശുദ്ധ കുർബാന ആവർത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അത് വളരെ തെറ്റാണ്. കർത്താവ് അങ്ങനെ ചെയ്യുകയുമില്ല. 40 ദിവസത്തേക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15:7 വായിക്കുമ്പോഴേ അവൻ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു, പത്രോസിനും പ്രത്യക്ഷപ്പെട്ടു, 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പത്രോസിന് സഭയുടെ ദൃശ്യതലവനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു, അതുകൊണ്ടാണ് അവന് പ്രത്യക്ഷപ്പെട്ടത്. യാക്കോബിന് മാത്രം, യാക്കോബ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ്. അവന് പ്രത്യക്ഷപ്പെട്ടത് പിതാക്കന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു, വേദപുസ്തകത്തിലില്ല. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങൾ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു രത്നച്ചുരുക്കം കർത്താവ് അവരെ പഠിപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് കുർബാന തക്സ എഴുതിയുണ്ടാക്കിയത് യാക്കോബിനാണ്. അവനെയാണ് മറ്റ് ശിഷ്യന്മാർ ഭരമേൽപ്പിച്ചത്. നീ ഇത് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ പെസഹ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യാക്കോബോട് ചെന്ന് നിങ്ങളെന്താ കഴിക്കണമെന്ന് വെച്ചപ്പോൾ കർത്താവ് അപ്പം വീഞ്ഞ് വാഴ്ത്തി എൻ്റെ ശരീരത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു തന്നു. ഞങ്ങളത് ഭക്ഷിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അല്പം എനിക്ക് തരാമോ, കൊടുക്കാൻ പാടില്ലാത്ത അല്പം എനിക്ക് തരാമെന്ന് വെച്ചു. ആരോ ഒരാൾ അല്പം കൊടുത്തു. അവനത് കഴിച്ചില്ല. അവനത് സ്വർണ്ണ ചെപ്പിലാക്കി അടച്ചു വെച്ചു. അവിടെ ഈ യാക്കോബിന് ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ക്രമേണ അവൻ വിശ്വാസത്തിലേക്ക് വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യാക്കോബിനെന്നല്ല, യാക്കോബിൻ്റെ കുടുംബക്കാർക്ക് ആർക്കും, കർത്താവിൻ്റെ കുടുംബക്കാർ എന്ന് പറയുമ്പോൾ യോസേപ്പിന് ആദ്യ കാര്യങ്ങളുണ്ടായ മക്കളും ചാർച്ചക്കാരും മറിയാവിൻ്റെ ചാർച്ചക്കാരൊക്കെ. മറിയാവിന് വേറെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവരാരും കർത്താവിൽ വിശ്വസിച്ചില്ല. പക്ഷെ യാക്കോബിന് പയ്യെ ഒരു മാറ്റം വന്നു. അപ്പോൾ പെന്തിക്കോസ്തിന് ശേഷം ആര് കുർബാന ചെല്ലുമെന്നുള്ള ധാരണ വന്നപ്പോഴാണ് യാക്കോബ് പറഞ്ഞു, നിങ്ങളന്ന് തന്ന ആ കർത്താവിൻ്റെ ശരീരവും ഞാൻ ഭക്ഷിച്ചിട്ടില്ല, ഞാനത് സൂക്ഷിച്ചു. നീ തന്നെ മിടുക്കൻ, നീ തന്നെ അർഹൻ, നീ ആദ്യത്തെ കുർബാന ചൊല്ലണം, നീ കുർബാന തക്സ നീ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ യാക്കോബിൻ്റെ ക്രമം അതാണ്. ആ ക്രമത്തെ മോഡലാക്കിയാണ് മറ്റ് ക്രമങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാ സഭകളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും കർത്താവ് കുർബാന ആവർത്തിക്കില്ല. 500 ആൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. 500 ആൾക്ക് 500 തരത്തിലല്ല, 500 ആൾ ഒരുമിച്ചിരിക്കുമ്പോഴുമല്ല, 500 പേർക്ക് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുവാൻ കർത്താവിന് കഴിയും. അതാണ് ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകത. കർത്താവിന് എവിടെ ആയിരിക്കാനും പറ്റും, അതേസമയം അവിടെ ആയിരിക്കാനും പറ്റും. ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അത് പറ്റിയില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകത അതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ശരീരം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. തേജസ്കരിക്കപ്പെടും നമ്മൾ, അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ശരീരത്തെ പറ്റി മുഴുവൻ പറയാൻ നമ്മൾ ആളുമില്ല. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയമല്ല. എമ്മവോ സംബന്ധത്തിൽ കർത്താവ് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിട്ടില്ല. സത്യം സത്യം സത്യം. കാരണം ഒരിക്കൽ കർത്താവ് സ്ഥാപിച്ച കുർബാന വീണ്ടും അനുഷ്ഠിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യില്ല. അവിടെ അത് പാപമോചനത്തിനാന്ന് പറയേണ്ട രക്തം, അതിൽ നിന്ന് അത് കടങ്ങളുടെ പരിഹാരത്തിനാണെന്ന് പറയാം, നിത്യജീവനാണെന്ന് മനസ്സിലാക്കാം. ആ വാഴ്ത്തിയപ്പോൾ തന്നെ കർത്താവിൻ്റെ ജീവൻ അതിലേക്ക് വന്നു, ആ അപ്പത്തിലും മീനിലും വന്നു. പിന്നെ തൊട്ട പുതിയ ജീവങ്ങളാണ്.
ആ ഉയർത്ത ജീവൻ അതിനകത്തുണ്ടെന്നേ. അല്ലാണ്ട് വേറെ ഒരു കുർബാന കർത്താവ് സ്ഥാപിച്ചിട്ട് കർത്താവിൻ്റെ പുനരുത്ഥാന ജീവൻ കൂട്ടിച്ചേർക്കുകയല്ലേ ചെയ്തത്? ഒരിക്കലുമല്ല. അതൊക്കെ അതിനു മുമ്പ് കൂട്ടിച്ചേർക്കാൻ കർത്താവിന് കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 40 ദിവസത്തോളം അപ്പം ഭക്ഷിച്ചിട്ടുണ്ടാവും. കാരണം അവരെ കൂടുതൽ അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഈ 12 പേരോട് കൂടെ അല്ലെങ്കിൽ 11 പേരോട് കൂടി കർത്താവ് ഉണ്ടായിട്ടുള്ളതെന്ന് ധരിക്കരുത്. കർത്താവിൽ വിശ്വസിച്ചവരുടെ അല്ലെങ്കിൽ വിശ്വാസമുണ്ടെന്ന് കർത്താവിന് തോന്നുന്നവരുടെ ഇടയിൽ മാത്രമേ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ട ഒരിക്കലും കർത്താവിൽ വിശ്വസിക്കാത്ത ഒരാൾക്കല്ല. 500 പേർക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അല്ലാണ്ട് ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. അങ്ങനെയാണ് വെല്ലുവിളിക്കണമെങ്കിൽ ഹെറോദോസിൻ്റെ പീലാത്തോസിൻ്റെ അടുക്ക് ചെന്ന് നിങ്ങളെന്നെ കൊന്നില്ലേ, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാൻ പറ്റായില്ലേ? കർത്താവിനൊന്നും പോയില്ലോ. അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ച കർത്താവിനില്ല. കർത്താവിനെ എല്ലാവരും രക്ഷ പ്രാപിക്കണം. അത് എന്നിൽ കൂടി മാത്രമേ സാധിക്കൂ എന്നവർ മനസ്സിലാക്കണം. കർത്താവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ, അവൻ്റെ കൽപ്പനകൾ പാലിച്ചെങ്കിൽ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നർത്ഥം. അല്ലാണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആയുണ്ടായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പൗലോസ്ലീഹ അതിനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അതൊക്കെ ഓരോരുത്തരും തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ്. ആ ഭാഗത്തേക്ക് പോണില്ല. ഇപ്പോൾ കർത്താവ് അപ്പം ഭക്ഷണം വെച്ചിട്ടുണ്ട്, മീൻകെട്ട് ആ തേൻകെട്ട തന്നെ മീൻ ഭക്ഷിച്ചിട്ടുണ്ട്, മീൻ വറുത്ത് തിന്നുണ്ട്, അപ്പം തിന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കണം. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ശരീരത്തോടുകൂടിയേ പോയ എൻ്റെ സ്വർഗത്തിൽ ചെന്ന് അവിടെ വല്ല ഭക്ഷണം കഴിക്കണ്ടോ? പിതാവിൻ്റെ വലത്ത ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. ഇപ്പോഴും ആ ബലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുർബാനയും തുടരുന്നത്. അതുവേണ്ടി വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഞാൻ എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. എമ്മൂസ് സംഭവത്തിൽ കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടില്ല. ഇനി കുർബാന അർപ്പിക്കുകയില്ല. നമ്മളെ ഏൽപ്പിച്ചു, നിങ്ങളെ ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളെ ചെയ്തുള്ളത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. കർത്താവ് ഒന്ന് വാഴ്ത്തി കൊടുത്തത് സാധാരണ ഭക്ഷണത്തിനോടൊപ്പം വാഴ്ത്തി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.